ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. വെൽക്കം ടു എണസ്റ്റ് അക്കാഡമി. എണസ്റ്റ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ടെക്സ്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പോർഷൻസ് സ്കിപ്പ് ചെയ്തല്ല, അതുപോലെ സ്കിപ്പ് ചെയ്തതല്ല, പിന്നെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴാണ് അതിനകത്ത് നിന്ന് ആ പോർഷൻ കൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നിയത്. സോ ആ പോർഷൻസ് കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് സർഫസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സോ സർഫസ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ നോക്കിയേ. സർഫസ് ഓഫ് എ ബോഡി ഈസ് ഇറ്റ്സ് ബൗണ്ടറി വിച്ച് സെപ്പറേറ്റ് ഇറ്റ് ഫ്രം അനദർ ബോഡി. ഒരു ബോഡിയെ മറ്റൊരു ബോഡിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ സർഫസിനെ അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിയെ പറയുന്ന പേരാണ് എന്ത്, സർഫസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സോളിഡ് ബോഡി ആണെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വെച്ചിരിക്കുന്നു. സോ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ബൗണ്ടറി, അതിന്റെയാണ് എന്ത് പറയുന്നത്, അതിന്റെ സർഫസ് എന്ന് പറയുന്നത്. സോ രണ്ട് രീതിയിൽ നമ്മൾ സർഫസിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒന്ന് നോമിനൽ സർഫസ്. നോമിനൽ സർഫസ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന നോമിനൽ സർഫസ് നമ്മൾ ഒരു ബ്ലോക്ക് നമ്മൾ മെഷീൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ബ്ലോക്ക് നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വരയ്ക്കും അല്ലേ. സോ ഇതിന് പറയുന്ന പേരാണ് ഇത് നോമിനൽ സർഫസ്. നമ്മളവിടെ സൂം ചെയ്ത് നോക്കുന്നൊന്നുമില്ല, നമ്മൾ നോക്കുമ്പോൾ അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനിയാണ് പറയുന്നത് നോമിനൽ സർഫസ് എന്ന് പറയുന്നത്. സോ ഒരു ആവറേജ് ലെവലിലുള്ള സർഫസ് എന്ന് നമ്മൾ പറയും. പക്ഷേ ഇൻ ഡെപ്തിൽ നമ്മൾ അതിനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ഇൻ ഡെപ്തിൽ അതിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് അല്ല. അവിടെ നിന്നുണ്ടാവും ഇറഗുലാരിറ്റീസ് ഉണ്ടാകും. നമ്മൾ എന്തൊക്കെ മെഷീൻ ചെയ്താലും, ഇനി എന്ത് സർഫസ് ഫിനിഷിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് മെഷീൻ ചെയ്താലും നമ്മൾ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ ഇറഗുലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഇറഗുലാരിറ്റീസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സർഫസിനെ പറയുന്ന പേരാണ് എന്ത്, റഫ് സർഫസ് എന്ന് പറയുന്നത്. സോ റഫ് സർഫസ്, നമുക്ക് ഈ റഫ് സർഫസ് എന്ന് പറയുന്ന ഒരു മെഷീനിങ് കമ്പോണന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സർഫസ് ഫിനിഷ് അല്ലെങ്കിൽ ആ സർഫസ് റഫ്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. കാരണം സർഫസ് റഫ്നെസ് എന്ന് പറയുന്നത് ഈ ബോഡി തനിച്ചായിരിക്കത്തില്ല. നമുക്ക് മെഷീനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കമ്പോണന്റ് തനിച്ചായിരിക്കത്തില്ല വരുന്നത്. ഈ ബോഡി വേറൊരു ബോഡിയായിട്ട് സ്ലൈഡിങ്ങിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ സർഫസിന്റെ പാരാമീറ്റേഴ്സ്, ഈ ഇറഗുലാരിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അത്ര കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഗുഡ് ലുക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം സർഫസ് ഫിനിഷ് നോക്കിയാൽ മതി. നല്ല ഫിനിഷിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതിനെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സർഫസ് ഫിനിഷ് ഉണ്ടാകാൻ നോക്കിയാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് അറ്റ്മോസ്ഫിയർ ടു ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതൊരു മേറ്റിംഗ് കമ്പോണന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സർഫസ് പാരാമീറ്റർ അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നത്. സോ ഈ സർഫസ് ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ആ സർഫസ് സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നത്, അതിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സർഫസ് സ്ട്രക്ചറിന്റെ റെപ്പറ്റേറ്റീവ് ഓർ റാൻഡം ഡീവിയേഷൻ ഫ്രം ദ നോമിനൽ സർഫസ്. നമ്മുടെ നോമിനൽ സർഫസിൽ നിന്നും ഉണ്ടാകുന്ന ഡീവിയേഷൻ, മുകളിലേക്കും താഴേക്കും ഉണ്ടാകുന്ന ആ ഡീവിയേഷൻ, അത് റെപ്പറ്റേറ്റീവ് ആകാം അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള ഡീവിയേഷൻ ആകാം. സോ ആ ഡീവിയേഷന് പറയുന്ന പേരാണ് എന്ത്, സർഫസ് ടെക്സ്ചർ എന്ന് പറയുന്നത്. സർഫസ് ടെക്സ്ചർ. സർഫസ് ടെക്സ്ചറിനകത്ത് തന്നെ പല രീതിയിലുള്ള സർഫസ് ടെക്സ്ചേഴ്സ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സർഫസ് റഫ്നെസ്, സർഫസ് വേവിനെസ്, ലേ ആൻഡ് ഫ്ലോസ്. ഇത്രയാണ് നമ്മൾ സർഫസ് ടെക്സ്ചറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സർഫസ് റഫ്നെസ്, വേവിനെസ്, ലേ ആൻഡ് ഫ്ലോസ്. എന്താണെന്ന് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തത് സർഫസ് റഫ്നെസ് എന്താണെന്ന് നോക്കാം. സർഫസ് റഫ്നെസ് എന്ന് പറയുന്നത് സ്മോൾ ഫൈൻലി സ്പേസ്ഡ് ഡീവിയേഷൻ ഫ്രം ദ നോമിനൽ സർഫസ്. നോമിനൽ സർഫസിൽ നിന്നുള്ള ഫൈൻലി സ്പേസ്ഡ് ആയിട്ടുള്ള ഡീവിയേഷൻ. ഫൈൻലി സ്പേസ്ഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഏരിയ എടുക്കുന്നു, ചെറിയൊരു പോർഷൻ എടുക്കുന്നു. ഈ ചെറിയൊരു പോർഷനിൽ തന്നെ എന്തുണ്ട്, ഒരു ഇറഗുലാരിറ്റി ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്, സർഫസ് റഫ്നെസ്. ഇനി നിങ്ങൾ വലിയൊരു ഇതിന് ഞാൻ ഈ ഇറഗുലാരിറ്റീസ്, ഇങ്ങനെ ചെറിയ ചെറിയ പീക്ക് ഉണ്ടല്ലോ, ആ പീക്ക് ഒഴിവാക്കിയാലും ശരിക്കും ഈ സർഫസ് എന്താണെന്ന് നോക്കിയത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ആ സർഫസിന് എന്തുണ്ട്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സർഫസ് അല്ല, അതിന് ഒരു പ്രതലം അല്ല ഉള്ളത്, അതിനൊരു കർവേച്ചർ വരുന്നുണ്ട്. അതിന് നമ്മൾ വേവിനെസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ അടുത്ത് നോക്കും. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്ന സർഫസ് റഫ്നെസ് എന്ന് പറയുന്നത് എന്താണ്, ചെറിയൊരു പോർഷൻ മാത്രം എടുത്ത് നോക്കിയാൽ അവിടെ എന്തുണ്ട്, ഒരു ഇറഗുലാരിറ്റി കാണുന്നുണ്ട്. ആ പോർഷൻ പോലും അത് സ്ട്രെയിറ്റ് അല്ല. ആ ഇറഗുലാരിറ്റിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോമിനലിൽ നിന്നുള്ള ഡീവിയേഷന് പറയുന്ന പേരാണ് എന്ത്, സർഫസ് റഫ്നെസ് എന്ന് പറയുന്നത്. സോ സ്മോൾ ഫൈൻലി സ്പേസ്ഡ് ഡീവിയേഷൻ ഫ്രം ദ നോമിനൽ സർഫസ്, നോമിനൽ സർഫസിൽ നിന്നുള്ള ഡീവിയേഷൻ. സോ ഇതിനെയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഈ പീക്ക് ഉണ്ടല്ലോ, ഈ പീക്ക് ആൻഡ് റഫ്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സർഫസ് റഫ്നെസ് എന്ന് പറയുന്നത്. ദ മൈക്രോ ഇറഗുലാർ, അല്ലെങ്കിൽ വേറെ ഡെഫിനിഷൻ ആണ്, ദ മൈക്രോ ഇറഗുലാരിറ്റീസ് ഇൻ എ സർഫസ് റിസൾട്ടിങ് ഫ്രം ദ ആക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിലെ വേരിയേഷൻസ് കാരണമാണ് ശരിക്കും എന്തുണ്ടാകുന്നത്, ഈ സർഫസ് റഫ്നെസ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മൾ നേക്കഡ് ഐസ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സർഫസ് റഫ്നെസ് കാണണമെന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടൊക്കെ നോക്കി ഇങ്ങനെ ഒരു സർഫസ് നിങ്ങൾ
മെഷീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സർഫസ് ആണ്. ഇവിടെ സർഫസ് ഫ്ലാറ്റ് അല്ല, മുകളിലത്തെ സർഫസ് ഫ്ലാറ്റ് അല്ല, ഇങ്ങനെ ഒരു കർവേച്ചർ ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഇത് സ്മൂത്ത് ആണ്. ഓക്കെ, നിങ്ങൾ അതിനെ വിചാരിക്കും ഇവിടെ സർഫസ് റഫ്നെസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ ഇത് മൈക്രോ ലെവലിലുള്ള ഇറഗുലാരിറ്റീസ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം എടുത്തിട്ട് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ അവിടെ എന്ത് കാണാം, ഇങ്ങനെ ഇറഗുലാരിറ്റീസ് കാണാം. ആ ഇറഗുലാരിറ്റീസിന് പറയുന്ന പേരാണ് എന്ത്, സർഫസ് റഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ മൈക്രോ ഇറഗുലാരിറ്റീസ് ഇൻ എ സർഫസ് റിസൾട്ടിങ് ഫ്രം ദ ആക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. എവിടുന്നാണ് സർഫസ് റഫ്നെസ് ഉണ്ടാകുന്നത്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നാണ് സർഫസ് റഫ്നെസ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ വേരിയേഷൻ കാരണം നമുക്ക് ഈ സർഫസ് റഫ്നെസ് മാറ്റാൻ പറ്റും. ഓക്കെ, നമ്മൾ ഗ്രൈൻഡിങ് ബോളർ അല്ലെങ്കിൽ നോർമലി ഒരു ടേണിംഗ് ബോളർ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ സർഫസ് റഫ്നെസ് അല്ലെങ്കിൽ ആ ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഗ്രൈൻഡിങ് പോലുള്ള പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു ബഫിംഗ്, ഓക്കെ, ബഫിംഗ് പോലുള്ള പ്രോസസ്സോ, ബഫിംഗ് എന്ന് പറയുന്ന ഒരു ഫിനിഷിംഗ് പ്രോസസ് ആണ്. സോ ബഫിംഗ് പോലുള്ള ഒരു പ്രോസസ്സോ ചെയ്യുവാണെങ്കിൽ ഈ ഇറഗുലാരിറ്റീസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, സോ ഇറഗുലാരിറ്റീസ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തായാലും എന്തുണ്ടാവും, ചെറിയ ഇറഗുലാരിറ്റീസ് ഉണ്ടാകും. നമ്മൾ എത്ര സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്സ് ചെയ്താലും ചെറിയ ഇറഗുലാരിറ്റീസ് അവിടെ ഉണ്ടാകും. ഓക്കെ, ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്രൈമറി ടെസ്റ്റർ റഫ്നെസ്. സോറി, പ്രൈമറി ടെസ്റ്റർ സർഫസ് ആണ്. പ്രൈമറി ടെക്സ്ചർ സർഫസ് എന്ന് പറയുന്നത്, പ്രൈമറി ടെക്സ്ചർ സർഫസ് എന്ന് പറയുന്നത് സർഫസ് റഫ്നെസ്സിനാണ് പറയുന്നത്. പ്രൈമറി ടെക്സ്ചർ സർഫസ്, ഓക്കെ, അല്ലെങ്കിൽ പ്രൈമറി സർഫസ് ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്ചർ അല്ലെങ്കിൽ മൈക്രോ ലെവലിലുള്ള ടെക്സ്ചർ എന്ന് പറയുന്നത് ഏതാണ്, സർഫസ് റഫ്നെസ് ആണ്. ഓക്കെ, സോ അതിനകത്ത് കൊടുത്തിട്ടുള്ള ബാക്കി ടേംസ് ഒക്കെ, റഫ്നെസ് ഹൈറ്റ് എന്താണെന്നും റഫ്നെസ് വിഡ്ത്ത് എന്താണെന്നും ഒക്കെ ഉള്ളത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നോക്കും. വേവിനെസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് പോകാം. ഇനി അടുത്ത് നോക്കിയേ, സർഫസ് വേവിനെസ്. സർഫസ് വേവിനെസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ വിട്ടില് അല്ലെങ്കിൽ ഒരു വൈഡർ സ്പേസിംഗിൽ നമുക്ക് സർഫസിലുള്ള ഇറഗുലാരിറ്റീസിന് പറയുന്നത്. ഞാൻ ഇത്രയും സ്പേസ് എടുക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ, ഇത് സ്ട്രെയിറ്റ് അല്ല, ഇവിടെ ഒരു കർവേച്ചർ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വേവിനെസ് വരുന്നുണ്ട്. ഓക്കെ, സോ അതിനാണ് എന്ന് പറയുന്നത് സർഫസ് വേവിനെസ് എന്ന് പറയുന്നത്, സർഫസ് വേവിനെസ്. സോ ഈ സർഫസ് വേവിനെസ്സിനകത്താണ് എന്ത് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ റഫ്നെസ് വരുന്നത്, സർഫസ് റഫ്നെസ് വരുന്നത്. അതിന്റെയാണ് ആ ഫിഗർ ഇവിടെ കൊടുത്തേക്ക് നോക്കി. നമ്മുടെ ഒരു സർഫസ് ഇങ്ങനെ വേവിനെസ് ഇങ്ങനെ കാണാൻ പറ്റും, നമുക്ക് നേക്കഡായി വെച്ചിട്ട് വേവിനെസ് കാണാം. പക്ഷെ അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ റഫ്നെസ് വിസിബിൾ ആയിരിക്കത്തില്ല. റഫ്നെസ് കാണണമെങ്കിൽ കുറച്ചുകൂടെ മൈക്രോ ലെവലിലേക്ക് പോകണം. അവിടെ അന്നേരം എന്ത് കാണാം, സർഫസ് വേവിനെസ്സിനകത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുന്ന സർഫസ് റഫ്നെസ്സിനെ കാണാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റഫ്നെസ് ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് ഇൻ വേവിനെസ്. ഓക്കെ, വേവിനെസ്സിനകത്തേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് എന്ത്, റഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഈ വേവിനെസ് ഉണ്ടാകുന്നത്? It is resulting from such factors as machine or work deflection. വർക്കിന് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, വർക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കാരണമോ അല്ലെങ്കിൽ മെഷീന്റെ എന്തെങ്കിലും ഡിഫ്ലക്ഷൻ കാരണമോ വൈബ്രേഷൻ കാരണമോ ഹീറ്റ് ട്രീറ്റ്മെന്റ് കാരണമോ ഒക്കെയാണ് എന്തുണ്ടാകുന്നത്, ഈ വേവിനെസ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ സർഫസിൽ ഉണ്ടാകുന്ന ഈ ഇറഗുലാരിറ്റീസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ആ ഡിഫ്ലക്ഷൻ കാരണമോ വൈബ്രേഷൻ കാരണമോ ഒക്കെയാണ്. നേരത്തെ നമ്മൾ ഇറഗുലാരിറ്റീസ് ഇൻ മൈക്രോ ലെവൽ അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, ആ മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. ഓക്കെ, ടേണിംഗ് ആണെങ്കിൽ ആ ഇറഗുലാരിറ്റീസ് കൂടുതലായിരിക്കും എന്നും, ബഫിംഗ് പോലുള്ള സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്സുകളാണെങ്കിൽ ആ ഇറഗുലാരിറ്റീസ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ, ഈ സർഫസ് വേവിനെസ്സിന് പറയുന്നത് സെക്കൻഡറി ടെക്സ്ചർ എന്നാണ്. സെക്കൻഡറി ടെക്സ്ചർ. ഓക്കെ, സെക്കൻഡറി ടെക്സ്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, സർഫസ് വേവിനെസ് ആണ് സെക്കൻഡറി ടെക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡറി ടെക്സ്ചർ. ആൻഡ് റഫ്നെസ് ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് ഇൻ വേവിനെസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റഫ്നെസ് ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് ഇൻ വേവിനെസ്. ഇനി ഈ റഫ്നെസ്സും വേവിനെസ്സും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ഒന്ന് പഠിച്ചിരിക്കണം. ഒന്നാമത്തേതാണ് റഫ്നെസ് ഹൈറ്റ്. റഫ്നെസ് ഹൈറ്റ്. എന്താണ് റഫ്നെസ് ഹൈറ്റ് എന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ദ അരിത്തമെറ്റിക്കൽ ആവറേജ് ഓഫ് റഫ്നെസ് ഡീവിയേഷൻ ആൻഡ് ഈസ് മെഷേർഡ് ഇൻ mm. നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ ഇങ്ങനെ പീക്ക് ഉണ്ട് അല്ലെ, അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നുണ്ട്, വീണ്ടും പീക്ക്, ഇങ്ങനെ ഇറഗുലാരിറ്റീസ് ഉണ്ട് അല്ലെ. ഈ ഇറഗുലാരിറ്റീസിന്റെ അല്ലെങ്കിൽ ഈ അപ്പർ നമ്മൾ ഒരു നോമിനൽ ഡയമെൻഷൻ ഇതാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഇതാണ് നമ്മുടെ റഫ്നെസ് എന്ന് പറയുന്നത്. ഇതിന്റെ അരിത്തമെറ്റിക്കൽ ആവറേജിന് പറയുന്ന പേരാണെന്ത്, റഫ്നെസ് ഹൈറ്റ് എന്ന് പറയുന്നത്. റഫ്നെസ് ഹൈറ്റ്, ഈ മുകളിലേക്കും താഴേക്കും ഉള്ളതിന്റെ ആവറേജിന് പറയുന്ന പേരാണ് റഫ്നെസ് ഹൈറ്റ്. ഇനി റഫ്നെസ് വിഡ്ത്ത് എന്താണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് പാരലൽ ടു നോമിനൽ സർഫസ് ബിറ്റ്വീൻ അഡ്ജസന്റ് പീക്സ് ഓർ അഡ്ജസന്റ് റിഡ്ജ്. ഓക്കെ, ഇപ്പം പറഞ്ഞതിന്റെ കൂട്ട് ഇതാണ് നമ്മുടെ നോമിനൽ സർഫസ്. നോമിനൽ സർഫസിൽ നിന്ന് മൈക്രോ ലെവലിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഡീവിയേഷൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഡീവിയേഷൻസ് കണ്ടു. ഈ ഡീവിയേഷൻസിലെ രണ്ട് പീക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്
ഈ രണ്ട് പീക്കുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണെന്ത്? റഫ്നെസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് റിഡ്ജസ് എന്ന് പറയുന്നത് താഴോട്ടുള്ളത് തന്നെയാണ്. രണ്ട് റിഡ്ജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണെന്ത്? റഫ്നെസ് വിഡ്ത്ത്. റഫ്നെസ് വിഡ്ത്തിന്റെ ഒരു ആവറേജ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ റഫ്നെസ് വിഡ്ത്തും ഈക്വൽ ആയിരിക്കത്തില്ല. ഓക്കെ, ഇത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വേറൊരു വാല്യൂ ആയിരിക്കും, അടുത്ത പീക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ വേറെണ്ണം ആയിരിക്കും. അതിന്റെ ആവറേജിനെയാണ് എന്ത് പറയുന്നത്? റഫ്നെസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പാരലൽ ടു നോമിനൽ സർഫസ് ബിറ്റ്വീൻ ദ അഡ്ജസന്റ് പീക്ക് ഓർ റിഡ്ജ്. ഓക്കെ, നമ്മുടെ നോമിനൽ സർഫസിന് പാരലായിട്ട് വേണം നമ്മൾ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ. ഓക്കെ, നോമിനൽ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ നോമിനൽ സർഫസിന് പാരലായിട്ട് അഡ്ജസന്റ് പീക്കുകൾ തമ്മിലോ അഡ്ജസന്റ് റിഡ്ജസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ന് പറയുന്നത് റഫ്നെസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. റഫ്നെസ് വിഡ്ത്ത്. ഓക്കെ, സോ അടുത്തത് നോക്കിയേ, റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ് റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ്. റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റഫ്നെസ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഇത്ര ഡിസ്റ്റൻസിൽ എന്ന് പറഞ്ഞിരുന്നു. ആ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ റഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റഫ്നെസിനെ പറ്റിയിട്ടുള്ള അതിനെ പറ്റിയിട്ട് ഡീവിയേഷനെ പറ്റിയിട്ട് നോക്കേണ്ടത്, ആ കൺസിഡർ ചെയ്യേണ്ട ലെങ്ത്, അല്ലെങ്കിൽ ആ ലെങ്തിനെയാണ് പറയുന്നത് എന്ത്? റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും പോർഷൻ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഡീവിയേഷന്റെ ആവറേജ് എടുത്തിട്ട് നമ്മൾ റഫ്നെസ് ഹൈറ്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ ലെങ്ത് ഓഫ് എ പ്രൊഫൈൽ ഡിസൈഡഡ് ടു ഇവാലുവേറ്റ് ദ അരിത്തമെറ്റിക്കൽ ആവറേജ് ഡീവിയേഷൻ. നമ്മൾ അരിത്തമെറ്റിക്കൽ ആവറേജ് ഡീവിയേഷൻ എടുത്തില്ല ആദ്യമേ റഫ്നെസ് ഹൈറ്റ് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഈ ആവറേജ് എടുക്കുന്നത് ടോട്ടൽ ലെങ്തിലായിരിക്കത്തില്ല. ആവറേജ് എടുക്കുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ലെങ്ത് കൺസിഡർ ചെയ്തതിൽ ആ ഏരിയയിൽ ആ നോമിനൽ ലെങ്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അരിത്തമെറ്റിക്കൽ ആവറേജും അരിത്തമെറ്റിക്കൽ ഡീവിയേഷനും എല്ലാം എടുക്കുന്നത്. സോ ഈ വിഡ്ത്തിന് പറയുന്ന പേരാണ് റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ ഇത് എത്ര ആണെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാനുഫാക്ചറിങ് പ്രോസസ്. ഓക്കെ, മാനുഫാക്ചറിങ് പ്രോസസ്സിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, അതിനൊരു ടേബിൾ ഉണ്ടായിരിക്കും. ആ ടേബിൾ ഇപ്പം ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ആണെങ്കിൽ റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് എത്ര എടുക്കണം, ഇനി വേറെ ഒരു ടേണിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് എത്ര എടുക്കണം. സോ ആ രീതിയിൽ റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫിന് ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റഫ്നെസ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ലെങ്ത് എടുക്കുന്നത്. ഓക്കെ, സോ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഏത് മെഷീനിങ് പ്രോസസ് ആണെന്നും തന്നിട്ടില്ല എങ്കിൽ നമ്മൾ നോർമലി എടുക്കുന്നത് 0.8 mm ആണ്. 0.8 mm നമ്മൾ റഫ്നെസ് കൺസിഡർ ചെയ്യുന്നത്. അതായത് റഫ്നെസ് ഹൈറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് 0.8 mm ഡിസ്റ്റൻസിലാണ്. ഇത് ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ഈ കാണുന്ന ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. 0.8 mm എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാണിക്കുന്നത് 0.8 mm വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ആയിരിക്കണം. ഇതിന് പറയുന്ന വേറൊരു പേര്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സാമ്പിളിംഗ് ലെങ്ത്. ഇതിന് വേറൊരു പേരുണ്ട്. ഈ റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫിന് എന്താണ്? സാമ്പിളിംഗ് ലെങ്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ് സാമ്പിളിംഗ് ലെങ്ത് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ നമ്മൾ റഫ്നെസ് ഹൈറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് എവിടെയാണ്? സാമ്പിളിംഗ് ലെങ്തിലാണ്. ഈ ഒരു പർട്ടിക്കുലർ ലെങ്തിലാണ് റഫ്നെസ് ഹൈറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ സാമ്പിളിംഗ് ലെങ്ത് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോസസ്. ഏത് പ്രോസസ് യൂസ് ചെയ്തിട്ടാണ് മെഷീൻ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തന്നിട്ടില്ല മെഷീനിങ് പ്രോസസ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നോർമലി 0.8 mm എന്നുള്ളത് വാല്യൂ എടുക്കും. ഓക്കെ, ഒന്ന് ഓർത്തിരുന്നോണം. സോ റഫ്നെസ് ഹൈറ്റ് എന്താണെന്ന് പഠിച്ചു, റഫ്നെസ് വിഡ്ത്ത് എന്താണെന്ന് പഠിച്ചു, റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് പഠിച്ചു. റഫ്നെസ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിളിംഗ് ലെങ്തിനകത്ത് വരുന്ന അരിത്തമെറ്റിക് ആവറേജ് ഓഫ് പീക്ക്. ഓക്കെ, പീക്കിന്റെ അരിത്തമെറ്റിക് ആവറേജിനാണ് നമ്മൾ എന്ന് പറയുന്നത് റഫ്നെസ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി റഫ്നെസ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ നോർമൽ സർഫസ് ബിറ്റ്വീൻ അഡ്ജസന്റ് പീക്ക് ഓർ റിഡ്ജസ്. രണ്ട് അടുത്തടുത്തുള്ള പീക്കുകൾ തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള റിഡ്ജസുകൾ തമ്മിലോ, അടുത്തടുത്തുള്ള പീക്കുകളോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള റിഡ്ജസോ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് റഫ്നെസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, റഫ്നെസ് വിഡ്ത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റഫ്നെസ് വിഡ്ത്ത് രണ്ട് റിഡ്ജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏത് ലെങ്തിലാണോ നമ്മൾ റഫ്നെസ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അരിത്തമെറ്റിക്കൽ ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ഡീവിയേഷൻ എടുക്കുന്നത്, ആ വിഡ്ത്തിന് പറയുന്ന പേരാണെന്ത്? റഫ്നെസ് വിഡ്ത്ത് കട്ട് ഓഫ്, അല്ലെങ്കിൽ അതിന് സാമ്പിളിംഗ് ലെങ്ത്. കാരണം അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അരിത്തമെറ്റിക്കൽ ഡീവിയേഷൻ എടുക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ, ആ പോർഷനിലാണ്. അതിന് അതുകൊണ്ട് എന്ത് പറയാം? സാമ്പിളിംഗ് ലെങ്ത് എന്ന് പറയും. ഒരു സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ് നമ്മൾ, അല്ലെ? ഈ മൊത്തം സർഫസ് കൺസിഡർ ചെയ്യാതെ നമ്മൾ ഈ സർഫസിന്റെ ഒരു കുറച്ച് പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഒരു സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ട്. സോ അതിന് എന്ത് പറയാം? നമുക്ക് സാമ്പിളിംഗ് ലെങ്ത് എന്ന് പറയാം. ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സാമ്പിളിംഗ് ലെങ്ത്. ഓക്കെ, സോ അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു സാമ്പിളിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ വാല്യൂസ് ഒന്നും കാണാൻ പഠിക്കേണ്ട. നോർമലി തന്നിട്ടില്ലെങ്കിൽ 0.8 mm ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നതാണ്. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ സർഫസ് റഫ്നെസിന്റെ കേസിലാണ്. ഇതുപോലെ തന്നെ എന്തിനുണ്ട്? വേവിനെസിനുണ്ട്. വേവിനെസ് പക്ഷെ നമുക്ക് നോർമലി നേക്കഡ് ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും വേവിനെസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡിഫറൻസ്. അതിന്റെ വേവിനെസ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരത്തെ കൂട്ട് തന്നെ വേവിനെസ് ഹൈറ്റ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഫ്രം ദ പീക്ക് ടു ദ വാല്യൂ ഓഫ് ദ വേവ് ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ mm.
ഇതിനെയാണ് ഈ പീക്ക് മുതൽ വാലി വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ വേവിനെസ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മുകളിൽ നിന്ന് താഴെ വരെയുള്ള ആ ഡിസ്റ്റൻസിനാണ് വേവിനെസ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോറി, ഇത് വേവിനെസ് വിഡ്ത്ത് ആണ്, റഫ്നെസ് വിഡ്ത്ത് അല്ല, വേവിനെസ് വിഡ്ത്ത് ആണ്. ഓക്കെ, സോ വേവിനെസ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് പീക്ക് ഓർ വാല്യൂ ഓഫ് ദ വേവ്. വേവുകൾ തമ്മിലുള്ള പീക്ക്, വേവിനകത്ത് തന്നെ പീക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതിനാണ് ഈ വേവിനെസ് സ്പേസിംഗ് എന്ന് പറയുന്നതിനാണ് എന്ത് വേവിനെസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് റിഡ്ജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കാം. ഈ ഡിസ്റ്റൻസിനെ എന്ത് പറയും? വേവിനെസ് വിഡ്ത്ത് എന്ന് പറയും. റഫ്നെസ് വിഡ്ത്ത് അല്ലേ, വേവിനെസ് വിഡ്ത്ത്. അത് കറക്റ്റ് ചെയ്തേക്കാം. ഇതിനകത്താണ് നമ്മൾ എന്ത് പറയുന്നത് റഫ്നെസ് വരുന്നത്. ഈ റഫ്നെസ്സിനെ പറ്റിയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു ലെങ്ത് എടുത്തിട്ട് അതിനകത്ത് ആ സാമ്പിളിംഗ് ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യണം, അവിടെ വേണം റഫ്നെസ്സിനെ പറ്റിയിട്ട് പഠിക്കാൻ. ഓക്കെ, അല്ല നമ്മൾ മൊത്തം ലെങ്ത് ഇവിടെ മുതൽ ഇവിടം വരെ എടുത്തിട്ടല്ല റഫ്നെസ്സിനെ പറ്റി പഠിക്കുന്നത്. ഒരു സാമ്പിൾ ലെങ്ത് എടുത്തിട്ട് അതിനകത്താണ് റഫ്നെസ്സിനെ പറ്റിയിട്ടുള്ള വാല്യൂസ് എല്ലാം എടുക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് വൺ ലേ ആൻഡ് ഫ്ലോസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ അതിനകത്ത് ലേ, മൂന്നാമത്തെ സർഫസ് സ്ട്രക്ചർ ആണ് ലേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണം ആയിരുന്നു വേവിനെസ്സും റഫ്നെസ്സും. ഓക്കെ, അതിൽ ഒന്ന് പ്രൈമറി ഒന്ന് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുന്നത് സർഫസ് റഫ്നെസ്സും വേവിനെസ് എന്ന് പറയുന്നത് സെക്കൻഡറി ടെക്സ്ചറും ആണെന്നുള്ള കാര്യം പഠിച്ചു. ഇനി അടുത്ത് വരുന്നതാണ് ലേ എന്ന് പറയുന്നത്. ലേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിഡോമിനന്റ് ഡയറക്ഷൻ ഓഫ് ടൂൾ. ടൂള് പോയ ഡയറക്ഷൻ കാണിക്കുന്ന, ടൂള് മൂവ് ചെയ്ത, മാനുഫാക്ചറിംഗ് പ്രോസസ് ചെയ്തപ്പോൾ ടൂള് മൂവ് ചെയ്ത ഡയറക്ഷനെ കാണിക്കുന്ന സർഫസ് പാറ്റേണിന് പറയുന്ന പേരാണ് എന്ത്, ലേ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഷേപ്പർ മെഷീൻ വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്തു. ഷേപ്പർ മെഷീൻ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും, കുറെ ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളെടുത്ത് നോക്കി കഴിയുമ്പോൾ, നിങ്ങൾ ബിടെക്കിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ബ്ലോക്ക് ഷേപ്പർ വെച്ചിട്ട് സർഫസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് കുറെ ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്, ടൂള് മൂവ് ചെയ്തതിന്റെ ആ ലൈൻസ് കാണാൻ പറ്റും. ആ ലൈൻസിന് പറയുന്ന പേരാണ് എന്ത്, ലേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രീഡൊമിനന്റ് ഡയറക്ഷൻ ഓഫ് ടൂൾ ദാറ്റ് മേക്സ് ദ സർഫസ് പാറ്റേൺ ഓൺ ദ മെഷീൻ സർഫസ് ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ mm. ഓക്കെ, സോ ആ ഡയറക്ഷനെയാണ് എന്ത് പറയുന്നത്, ലേ എന്ന് പറയുന്നത്. അതിനെയാണ് അത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻ mm-ലാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. ലേ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഓക്കെ, ലേ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. അത് എന്ത് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ചെയ്തതാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലേ ഇരിക്കുന്നത്. ഓക്കെ, സോ ഇനി അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതിന്റെ റെപ്രസെന്റേഷൻസ് ഓരോന്നും. സോ ലേ എന്ന് പറയുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പാരലൽ, ഇതിപ്പം ഈ സർഫസിലാണ് അല്ലെ, ഈ സർഫസിലാണ് നമ്മൾ സർഫസ് ടെക്സ്ചേഴ്സ് എടുക്കുന്നത്. സോ ഈ സർഫസിന് നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ നോക്കുക, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ലേ അല്ലെങ്കിൽ പാറ്റേൺസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തത്. ഓക്കെ, സോ ഈ കേസാണ്, ഇങ്ങനെ ആയിരുന്നു സർഫസ്. ഈ സർഫസിൽ എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരുന്നത്, ആ ലൈൻസ് വരുന്നത്. ഓക്കെ, സോ ഡയറക്ഷൻ ഓഫ് ടൂൾ മേക്കിംഗ് പെർപെൻഡിക്കുലർ ലൈൻസ്. അങ്ങനെയാണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പെർപെൻഡിക്കുലർ വെച്ചിട്ടായിരിക്കും. ഇനി പാരൽ ലൈൻസ് ആണെങ്കിൽ, ഇങ്ങനെ പാരൽ ലൈൻസ് ആണ് അവിടെ വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാരൽ ലൈൻസ് വെച്ചിട്ടായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ സിമ്പൽ കൊടുക്കുന്നത് റഫ്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്, സർഫസ് റഫ്നെസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. സോ റഫ്നെസ് റെപ്രസെന്റ് ചെയ്യാനുള്ള ഈ ലൈനിന്റെ താഴെയായിട്ടാണ് നമ്മൾ ലേ കാണിക്കുന്നത്. ഓക്കെ, സോ ഡയറക്ഷൻ ഓഫ് മെഷീനിങ് അല്ലെങ്കിൽ ലേ എന്ന് പറയുന്ന സാധനം ഇവിടെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഏതാണെങ്കിലും അത് ഇവിടെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇനി സർക്കുലർ ആയിട്ടുള്ളത്, ഇങ്ങനെയാണ് മെഷീനിങ് നടക്കുന്നത്. ഇങ്ങനെ മെഷീനിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർക്കുലർ ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും എന്റെ സർഫസിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ സി വെച്ച് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ തന്നെ സി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ ഇവിടെ സി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും, സർക്കുലർ ലേ ആണ് നമുക്ക് വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ലേ ഓഫ് ലേ ആംഗുലാർ ഇൻ ബോത്ത് ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, സോ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഈ ഡയറക്ഷനിൽ ആംഗുലാർ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും രണ്ട് ഡയറക്ഷനിലും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി മൾട്ടി ഡയറക്ഷനിലാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇറഗുലർ ആയിട്ടുള്ള മൾട്ടി ഡയറക്ഷനിലുള്ള പാറ്റേൺ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി റേഡിയൽ ആയിട്ടുള്ളത് എല്ലാം സെന്ററിലേക്ക് വരുന്ന രീതിയിലുള്ള പാറ്റേൺ ആണെങ്കിൽ അതിനെ 6 വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടേംസ് ഓരോന്നും. റെപ്രസെന്റേഷൻ, പാരലൽ, പെർപെൻഡിക്കുലർ. പാരലും പെർപെൻഡിക്കുലർ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. രണ്ട് ലൈൻസ് പാരലാണെങ്കിൽ പാരലിലെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ പെർപെൻഡിക്കുലറിലെ. ഓക്കെ, സോ സർക്കുലർ ആണെങ്കിൽ സി ആയിരിക്കും, റേഡിയൽ ആണെങ്കിൽ 6 ആയിരിക്കും, മൾട്ടി ഡയറക്ഷൻ ആണെങ്കിൽ എം ആയിരിക്കും, പിന്നെ ആംഗുലാർ ഇൻ ബോത്ത് ഡയറക്ഷൻ ആണെങ്കിൽ എക്സ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഡയറക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്
നെക്സ്റ്റ് വൺ ഫ്ലോ. ഫ്ലോ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സാധാരണ രീതിയിൽ നോർമൽ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നല്ല ഫ്ലോ എന്ന് പറയുന്നത്. എന്തെങ്കിലും സർഫസ് ഇറഗുലാരിറ്റീസ് ലൈക്ക് ഒരു ബ്ലോ ഹോൾസോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ചോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മെഷീന്റെ എന്തെങ്കിലും പ്രശ്നം കാരണമോ അല്ലെങ്കിൽ ഹ്യൂമൻ എറർ കാരണം ഇവിടെ ഒരു സ്ക്രാച്ച് വരുന്നു, അല്ലെങ്കിൽ പ്രോസസ് ഇപ്പൊ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലോ ഹോൾസും എയർ ഹോൾസും ഒക്കെ വരാറുണ്ട്. സോ അങ്ങനെയുള്ള എന്തെങ്കിലും സർഫസ് ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലോ എന്ന് പറയുന്നത്. പറയുന്ന പേരാണ് ഫ്ലോ. ഇറ്റ് ഈസ് ആൻ ഇറഗുലാരിറ്റി ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ സർഫസ് ഡ്യൂ ടു ക്രാക്സ്, ബ്ലോ ഹോൾസ്, സ്ക്രാച്ചസ് എക്സെട്ര. സോ ഈ ബ്ലോ ഹോൾസും സ്ക്രാച്ചസും ക്രാക്സും കാരണം ഇറഗുലാരിറ്റീസ് വരുന്നു. നമ്മുടെ നോമിനൽ സർഫസിൽ നിന്നും ഇറഗുലർ ആവുന്നു. അതിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലോ എന്ന് പറയുന്നത്. Unless otherwise specified, the effect of flow should not be accounted in the measurement of roughness in height. നമ്മൾ ഈ ഫ്ലോയെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോയുടെ കാര്യം ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഫ്ലോയെ പറ്റിയിട്ട് ഈ ഫ്ലോയും കൂടെ സർഫസ് റഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഫ്ലോ കൺസിഡർ ചെയ്താൽ മതി. സോ ഫ്ലോ എന്താണെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിനകത്ത് ഇൻഡെപ്തിൽ നമുക്കൊന്നും അറിയാനില്ല. സോ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാനോ ഒന്നുമില്ല. ഫ്ലോ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് മാത്രം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്തത് നോക്കിയേ, ഇനി സർഫസ് റഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ടും. ഒന്ന് CLA മെത്തേഡും ഒന്ന് RMS മെത്തേഡും. CLA മെത്തേഡും ഒന്ന് RMS മെത്തേഡും. നോക്കിയേ, CLA മെത്തേഡ് എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ ആവറേജ് ആണ്. RMS എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ ആണ്. സെൻട്രൽ ലൈൻ ആവറേജും റൂട്ട് മീൻ സ്ക്വയറും. എന്താണ് CLA നോക്കി? ഇവിടെ നമ്മളൊരു ഇറഗുലാരിറ്റി കാണിച്ചു. ഇതാണ് നമ്മുടെ നോമിനൽ ലൈൻ. നോമിനൽ ലൈനിൽ നിന്ന് ഡീവിയേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ പോയിട്ട്. സോ ഞാൻ അവിടെ ഓരോ പോയിന്റിലും ഹൈറ്റ് എടുത്തിരിക്കുകയാണ്. ഇവിടെ H1, ഇത് H2, ഇത് H3, ഇത് H4. അങ്ങനെ എടുത്തിരിക്കുകയാണ്. അവിടെ H5, H6 ഇങ്ങനെ പോകുന്നുണ്ട്. സോ ഈ ഓരോ ഹൈറ്റിന്റെയും സമ്മേഷൻ എടുത്തതിന് ശേഷം H1 പ്ലസ് H2 പ്ലസ് H3 പ്ലസ് അങ്ങനെ എടുക്കുന്നു. H5, H6 എടുക്കുമ്പോൾ മൈനസ് ഒന്നും കൊടുക്കരുത്, സെയിം വാല്യൂ തന്നെ. വിത്തൗട്ട് സൈൻ ആണ് കൊടുക്കേണ്ടത്. H5 പ്ലസ് H6 അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം അതിന് ടോട്ടൽ നമ്പർ എത്ര H ഉണ്ടായിരുന്നു അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് CLA മെത്തേഡ് എന്ന് പറയുന്നത്. സോ അന്നേരം നമുക്ക് ഒരു റഫ്നെസ് കിട്ടുമല്ലോ. അതിന് പറയുന്ന പേരാണ് എന്ത്? CLA ആവറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ ആവറേജ് റഫ്നെസ് എന്ന് പറയുന്നത്. ഇനി അത് വേറെ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതാണ് റഫ്നെസിന്റെ ഇത് വരുന്നത്. അതിന് മുകളിൽ വരുന്നതിന്റെ A1 താഴോട്ട് വന്നത് A2, ഇത് A3 ഏരിയ ആണ്. ഇത് ഈ ഏരിയ A1, ഇത് A2 ഏരിയ, ഇത് A3 ഏരിയ, A4 ഏരിയ. അങ്ങനെ എടുക്കുന്നു. സോ ഈ ഏരിയയുടെ എല്ലാം കൂടെ സമ്മേഷൻ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് AN വിത്തൗട്ട് സൈൻ, മൈനസ് ഒന്നും കൊടുക്കേണ്ട A2ന് വിത്തൗട്ട് സൈൻ ആഡ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ L. L എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്ത് എന്തിന്റെ? സാമ്പിളിന്റെ ആണ്. അതായത് സാമ്പിളിംഗ് ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. ടോട്ടൽ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? റഫ്നെസ്സിന് ആ സാമ്പിളിംഗ് ലെങ്ത് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഡിവൈഡ് ബൈ സാമ്പിളിംഗ് ലെങ്ത്. ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് സാമ്പിൾ ലെങ്ത് ആണ്. കാരണം നമ്മൾ മൊത്തം സർഫസിന്റെ ലെങ്ത് എടുത്തിട്ടല്ല എപ്പോഴും റഫ്നെസ് കാണുന്നത്. റഫ്നെസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ലെങ്ത് കൺസിഡർ ചെയ്യും. ആ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സാമ്പിളിംഗ് ലെങ്ത് ആയിരിക്കും. സോ സാമ്പിളിംഗ് ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനാണ് പറയുന്നത് CLA എന്ന് പറയുന്നത്. ഇനി റൂട്ട് മീൻ സ്ക്വയർ ആവറേജ് ഉണ്ട്. റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കൂട്ട് H1, H2 എല്ലാം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്ക്വയറിന്റെ സമ്മിന്റെ റൂട്ട് എടുക്കണം. H1 സ്ക്വയർ പ്ലസ് H2 സ്ക്വയർ പ്ലസ് H3 സ്ക്വയർ അതിന്റെ സ്ക്വയറിന്റെ സമ്മേഷൻ ഡിവൈഡഡ് ബൈ N. എത്ര H ഉണ്ടായിരുന്നു നോക്കുക, അതിന്റെ റൂട്ട് എടുക്കുക. അതിനാണ് എന്ത് പറയുന്നത്? RMS എന്ന് പറയുന്നത്. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. CLA രീതിയിലും റഫ്നെസ് കണ്ടുപിടിക്കാം, RMS രീതിയിലും റഫ്നെസ് കണ്ടുപിടിക്കാം. ഓർത്തിരിക്കേണ്ട കാര്യം എന്തേ? അക്കോർഡിംഗ് ടു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS പ്രകാരം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സർഫസ് റഫ്നെസ് അസസ്ഡ് ഇൻ ടേംസ് ഓഫ് CLA. CLA ആണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് RA എന്ന് പറഞ്ഞിട്ടാണ്. RA. സോ RA വാല്യൂ 0.16 മൈക്രോൺ. ഇങ്ങനെ മൈക്രോണിലാണ് സാധാരണ സർഫസ് റഫ്നെസ് നമ്മൾ പറയുന്നത്. 0.16 മൈക്രോൺ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ആവറേജ് വാല്യൂ ആണ്, അല്ലെങ്കിൽ CLA വാല്യൂ ആണ് എന്ത്? 0.16. സോ BIS സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? RA വാല്യൂ ആണ്. നമ്മൾ RMS അങ്ങനെ റെപ്രസെന്റ് ചെയ്യാറില്ല. RA വാല്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുക. അതൊന്ന് ഓർത്തിരുന്നോണെ. അക്കോർഡിംഗ് ടു BIS ഏതാണ് എടുക്കുന്നത്? ഏത് സർഫസ് റഫ്നെസ് ആണ് എടുക്കുന്നത്? RA ആണോ RMS ആണോ എന്നുള്ള കാര്യം. സോ RA ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിക്കേഷൻ ഓഫ് സർഫസ് ടെക്സ്ചർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിക്കേഷൻ ഓഫ് സർഫസ് ടെക്സ്ചർ നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കിയേ, ദ ബേസിക് സിമ്പിൾ. നമ്മുടെ നോർമലി ഒരു സർഫസ് റഫ്നെസിന്റെ റെപ്രസെന്റേഷൻ ഈ ഒരു സർഫസ് ആണ്. നമുക്ക് ഈ ഒരു സർഫസിലെയാണ് സർഫസ് റഫ്നെസ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന യൂസിങ് ഇങ്ങനെ ഒരു ലൈൻ. അതായത്
രണ്ട് ലെങ്തിൽ ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ. ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിന്റെ ലെങ്തിനേക്കാൾ കൂടുതലായിരിക്കും റൈറ്റ് സൈഡിൽ വരുന്ന ലൈനിന്റെ ലെങ്ത്. ആ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും നോർമലി. ഈ ഇൻക്ലിനേഷൻ 60 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ ലൈൻ വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സർഫസ് റഫ്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത്. സർഫസ് റഫ്നെസ് ഇവിടെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, 0.16 ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് റഫ്നെസ് മാത്രം റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ദ ബേസിക് സിമ്പിൾ കൺസിസ്റ്റ് ഓഫ് 2 legs ഓഫ് അൺഈക്വൽ ലെങ്ത് ഇൻക്ലൈൻഡ് അപ്രോക്സിമേറ്റ്ലി 60 ഡിഗ്രി ടു ദ സർഫസ്. ഏത് സർഫസിന്റെ ആണോ നമുക്ക് റഫ്നെസ് പറയേണ്ടത് അങ്ങോട്ടായിരിക്കണം ഈ ലൈൻസ് വരേണ്ടത്. ഓക്കെ, സോ ഇതിനർത്ഥം എന്താ, ഈ സർഫസിന്റെ റഫ്നെസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി അതിനകത്ത് തന്നെ ഉള്ള മോഡിഫിക്കേഷൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, if the surface finish is to be obtained by the removal of material by machining, നമ്മൾ ഏതെങ്കിലും ഒരു മെഷീനിങ് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ സർഫസ് ഫിനിഷ് കിട്ടി. ഇപ്പൊ ഞാനിപ്പം പറഞ്ഞല്ലോ ഇവിടെ 0.16 എന്ന് എഴുതിയേക്കുന്നു, 0.16 എന്ന് എഴുതിയേക്കുന്നത് 0.16 മൈക്രോൺ ആണ് ഇവിടുത്തെ സർഫസ് ഫിനിഷ്. ഈ 0.16 മൈക്രോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ഒരു മെഷീനിങ് പ്രോസസ് ചെയ്തു, അല്ലെങ്കിൽ മെറ്റീരിയലിനെ ഇവിടുന്ന് ഈ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇവിടെ എന്ത് ചെയ്യണം, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. സോ ആ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അർത്ഥം എന്താണ്, നമ്മൾ ഏതോ ഒരു മെഷീനിങ് പ്രോസസ്സ് വെച്ചിട്ടാണ് ഈ തന്നിരിക്കുന്ന സർഫസ് റഫ്നെസ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ ഒരു കാസ്റ്റിംഗ് അല്ല, കാസ്റ്റിംഗ് പോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് ഡയറക്റ്റിംഗ് എടുക്കുകയാണ്, മെഷീനിങ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അവിടെ മെഷീനിങ് ചെയ്തിട്ടാണ് ഞാൻ ആ സർഫസ് ഫിനിഷ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഇനി ഡയറക്റ്റ് ആയിട്ട് കാസ്റ്റിംഗിൽ നിന്ന് എടുത്തിട്ട് സർഫസ് റഫ്നെസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മെറ്റീരിയൽ റിമൂവൽ ഒന്നും ചെയ്യുന്നില്ല, മെഷീനിങ് ഒന്നും ചെയ്തിട്ട് മെറ്റീരിയൽ റിമൂവൽ ഒന്നും ചെയ്യാതെ ഉള്ള സർഫസ് റഫ്നെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു സർക്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും, ഒരു സർക്കിൾ വെച്ചിട്ട്. ഓക്കെ, സോ സർക്കിൾ വെച്ചിട്ട് 0.16 മേലെ എഴുതിയേക്കുകയാണെങ്കിൽ എന്താ, ഈ 0.16 മൈക്രോൺ സർഫസ് റഫ്നെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മെറ്റീരിയൽ ഒന്നും തന്നെ റിമൂവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മെഷീനിങ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സർക്കിളിന്റെ റെപ്രസെന്റേഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇഫ് ദ സർഫസ് ഫിനിഷ് ഈസ് ഒബ്റ്റെയിൻഡ് വിത്തൗട്ട് എനി മെറ്റീരിയൽ റിമൂവൽ. അങ്ങനെയാണെങ്കിൽ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യും, സർക്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഏത് മെഷീനിങ് പ്രോസസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നോർമൽ ബേസിക് സിമ്പിളിന്റെ കൂടെ റൈറ്റ് സൈഡിലേക്ക് ഒരു പാരൽ ലൈൻ വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. റൈറ്റ് സൈഡിലേക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ഈ ഹൊറിസോണ്ടൽ ലൈനിന്റെ മുകളിലും താഴെയായിട്ടൊക്കെയാണ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും എഴുതാനുള്ളതൊക്കെ എഴുതുന്നത്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എഴുതുന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. സോ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരുന്ന, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഷീനിങ് ചെയ്തിട്ട് മെറ്റീരിയൽ റിമൂവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യണം. മെഷീനിങ് ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ സർഫസ് ഫിനിഷ് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, ഈ റൗണ്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ സാറേ, 1ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 1ഉം 3ഉം തമ്മിൽ ഇല്ല, ഇതൊരു ബേസിക് സിമ്പിൾ ആണ്. ഇതിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അറിയാൻ വയ്യ അവിടെ മെഷീനിങ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മെഷീനിങ് ചെയ്യാതെ എന്തെങ്കിലും മെഷീനിങ് പ്രോസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഇപ്പൊ നമുക്ക് ചില കേസിൽ ഒന്നും റെപ്രസെന്റ് ചെയ്യണ്ട, എനിക്കിപ്പം മെഷീനിങ് ഉണ്ടെന്നോ ഇല്ലെന്നോ റെപ്രസെന്റ് ചെയ്യണ്ട, ഏറ്റവും ബേസിക് സിമ്പിൾ ഇത് മതി. ഇതിനർത്ഥം ഇവിടെ ഇപ്പം 0.16 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റഫ്നെസ് 0.16 ആണ്. ചിലപ്പോൾ മെഷീനിങ് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ മെഷീൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണെന്നേ ഉള്ളൂ ഈ 2ഉം 3ഉം. ഓക്കെ, ഇനി നമുക്ക് ആ റഫ്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സർഫസ് റഫ്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ആയിട്ടാണ്. ഇവിടെ ഇപ്പൊ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0.16 എന്ന്, ഫോർ എക്സാമ്പിൾ എക്ക് വരെ ഞാൻ 0.16 വെച്ചിട്ടാണ് പറഞ്ഞത്. 0.16 ആണെങ്കിൽ എന്ത് മെഷീനിങ് ചെയ്തിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം, പക്ഷെ അവിടുത്തെ റഫ്നെസ് എത്രയാണ്, 0.16 ആണ്. ഇവിടെ 0.16 ആണെങ്കിൽ അതിനർത്ഥം എന്താ, ഏതോ മെഷീനിങ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം 0.16 കിട്ടിയെന്നാണ്. ഇവിടെ 0.16 കൊടുത്തു കഴിഞ്ഞാൽ മെഷീനിങ് പ്രോസസ്സ് ഒന്നും ചെയ്യാതെ തന്നെ 0.16 കിട്ടിയെന്നാണ് ഇതിനർത്ഥം. ഓക്കെ, so when only one value is specified to indicate the roughness, it represents the maximum permissible value. Okay, നമ്മൾ ലിമിറ്റിനകത്തൊക്കെ പഠിച്ചതിന്റെ കൂട്ട് റഫ്നെസ്സിനും ഒരു മാക്സിമം മിനിമം വാല്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് എക്സാക്ട്ലി 0.16 എന്ന് പറഞ്ഞു, ഞാനിപ്പോ പലതവണ ഈ 0.16 കോമൺ ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഈ 0.16 എപ്പോഴും പറയുന്നത്. 0.16 എന്ന് പറഞ്ഞു, പക്ഷെ എക്സാക്ട്ലി 0.16 തന്നെ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് 0.16ലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ അത്രയും തന്നെ വരണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഒരു ഡയമെൻഷന് ടോളറൻസ് കൊടുത്തതിന്റെ കൂട്ട് തന്നെ റഫ്നെസ്സിന് എന്ത് കൊടുക്കും, ടോളറൻസ് കൊടുക്കും. സോ 0.16നും 0.18നും ഇടയ്ക്ക്. ഓക്കെ, സോ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കണം എന്നുള്ളൊരു ഇത് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഒരു ഒറ്റ നമ്പർ മാത്രമാണ് ഇവിടെ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരൊറ്റ നമ്പർ മാത്രമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് മാക്സിമം പെർമിസിബിൾ വാല്യൂ ആയിരിക്കും. ഒരു മിനിമം പെർമിസിബിൾ വാല്യൂ, ഒരു മാക്സിമം പെർമിസിബിൾ, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉള്ളതിന്റെ കൂട്ട് തന്നെ
നമ്മൾ ഒറ്റ നമ്പറേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം പെർമിസിബിൾ വാല്യൂ ആയിരിക്കും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി മാക്സിമം മിനിമം ഉണ്ട്, A1 A2 രണ്ട് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കൊടുക്കേണ്ടത് താഴെ കൊടുക്കേണ്ടത് മിനിമം ആയിരിക്കണം. A2 എന്ന് പറയുന്ന മിനിമം ആയിരിക്കണം. മാക്സിമം വാല്യൂ എന്ത് ചെയ്യണം? മിനിമത്തിന്റെ മുകളിൽ കൊടുക്കണം. ഓക്കെ, ഓർത്തിരുന്നോണം. രണ്ടെണ്ണം മാക്സിമം മിനിമം റഫ്നെസ് ആ രണ്ട് ലിമിറ്റും തരുന്നുണ്ടെങ്കിൽ താഴെ മിനിമവും കൊടുക്കണം, മുകളിൽ എന്ത് കൊടുക്കണം? മാക്സിമവും കൊടുക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The maximum limit A1 marked above the minimum limit A2. Okay, maximum limit A1 marked above the minimum limit A2. Okay, so രണ്ടെണ്ണം വരുവാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. നോർമലി റെപ്രസെന്റേഷനിലൊക്കെ നമ്മൾ ഒരെണ്ണയൊക്കെ കാണിക്കാറുള്ളത്.